നമസ്കാരം. ഞാൻ മുഫേസിലാദിനാൻ. ഞാൻ സെന്റ് മേരീസ് യു പി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് എൻ്റെ കൂട്ടുകാരനായ അശ്വിൻ മിഷാൽ. ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന സ്റ്റിൽ മോഡലാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ്. ഇത് പുളിക്കുക, കഴുകുക, ടോയ്ലറ്റ് ഉപയോഗം എന്നിവ കൊണ്ട് ഇത് രൂപം കൊള്ളുന്നു. ഇത് മലിനജലത്തെ ശുദ്ധീകരിച്ച് തിരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാക്കുന്ന പ്രക്രിയയാണ്. അതിനാദ്യം മലിനജലത്തെ സ്ക്രീൻ ബാറിലൂടെ കടത്തിവിടുന്നു. ഇതിൽ വലിയ വലിയ തിരശ്ചീനവും ബലവുമായ ബാറുകളും വയറുകളുമാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ വലിയ വലിയ വസ്തുക്കളായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പാറക്കഷ്ണങ്ങൾ ഇതിൽ കുടുങ്ങി കിടക്കുന്നു. എന്നിട്ട് അതിലൂടെ മലിനജലത്തെ കടത്തി വിടുന്ന രീതിയിലാണ് ഇവ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊരു ബ്രഷ് ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ബ്രഷ് ഇതിൻ്റെ ഉപരിതലത്തിൽ പ്രവർത്തിക്കുകയും ഇതിലുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നു. അതിനുശേഷം മലിനജലത്തെ ഗ്രിറ്റ് ചാമ്പറിലേക്ക് അയക്കുന്നു. ഇവിടെ ബാറിൽ കുടുങ്ങി കിടക്കാത്ത ചെറിയ ചെറിയ ഗ്രിറ്റുകൾ ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടുന്നു. ഇതിനെ ഗ്രിഡ് എന്ന് വിളിക്കുന്നു. ഈ ഗ്രിഡ് ഇതിൽ സ്ഥിരമാക്കിയാൽ മുന്നോട്ടുള്ള പൈപ്പുകൾക്കും മെഷീനുകൾക്കും തകരാറ് സംഭവിച്ചേക്കാം. അതിനാൽ ഇത് നീക്കം ചെയ്യുന്നു. അതിനുശേഷം മലിനജലത്തെ ക്ലാരിഫൈഡ് ടാങ്കിലേക്ക് അയക്കുന്നു. ഇവിടെ വെള്ളം മന്ദഗതിയിലാക്കുന്നു. അപ്പോൾ ഇതിലുള്ള ചളി ഇതിൻ്റെ താഴെ അടിഞ്ഞു കൂടുന്നു. ഇതിനെ സ്ലഡ്ജ് എന്ന് വിളിക്കുന്നു. ഇതിലുള്ള ഫ്ലോട്ടിംഗ് സോളിഡുകൾ എന്നിവ ഇതിൻ്റെ മുകളിൽ അടിഞ്ഞു കൂടുന്നു. ഇതിനെ സ്കം പാളി എന്ന് വിളിക്കുന്നു. ഇതൊരു സ്കിമ്മർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു. അടിയിലുള്ള ഒരു സ്ലഡ്ജ് കാപ്പർ ഉപയോഗിച്ച് നീക്കം ചെയ്ത് സ്ലഡ്ജ് ഡൈജസ്റ്റിലേക്ക് അയക്കുന്നു. അതിനുശേഷം മലിനജലത്തെ എയറേഷൻ ടാങ്കിലേക്ക് കടത്തിവിടുന്നു. ബാക്ടീരിയ, പ്രോട്ടോസോവ തുടങ്ങിയ സൂക്ഷ്മാണുക്കളെ മലിനജലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. വായുസഞ്ചാര പ്രക്രിയ ഈ ബാക്ടീരിയകളെ വെള്ളത്തിലെ മോശം വസ്തുക്കളായ ബാക്ടീരിയകളും മറ്റ് ചെറിയ വസ്തുക്കളെയും ഇല്ലാതാക്കുന്നു. അതിൻ്റെ ജോലി ചെയ്യാനും അതിജീവിക്കാനും ഓക്സിജൻ അത്യാവശ്യമാണ്. അതിനാൽ എയറേറ്ററുകൾ എന്നറിയപ്പെടുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് വായു വീശിക്കൊണ്ട് മലിനജലത്തിലേക്ക് ഓക്സിജൻ കടത്തിവിടുന്നു. അതിനുശേഷം മലിനജലത്തെ സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് കടത്തിവിടുന്നു. ഇത് 3 മുതൽ 5 മീറ്റർ വരെ ആഴത്തിലുള്ള വലിയ ടാങ്കാണ്. ഈ ഘട്ടത്തിൽ മലിനജലത്തെ ചെളിയുമായി കലർത്തുന്നു. അതിനായി ആദ്യം ഇതിലേക്ക് ഓക്സിജൻ കടത്തിവിടുന്നു. ഇത് മലിനജലത്തെ ചെളിയുമായി കലർത്തുന്നു. ഇത് ഓക്സിജൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയകളെയും മറ്റ് ഓർഗാനിക് വസ്തുക്കൾ ഉപയോഗിക്കുന്ന സൂക്ഷ്മാണുക്കളുടെയും വളർച്ചയ്ക്കും ഇന്ധനം നൽകുന്നു. ഇതിലെ ചെളി ടാങ്കിനടിയിൽ അടിഞ്ഞുകൂടുന്നു. 3 മുതൽ 6 മണിക്കൂർ വരെ ടാങ്കിലൂടെ മലിനജലം കടന്നു പോകുന്നു. സ്ലഡ്ജ് സ്ക്രാപ്പർ ഉപയോഗിച്ച് സ്ലഡ്ജിനെ സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് അയക്കുന്നു. ഫിൽട്രേഷൻ 2 വിധമാണ്. ഒന്ന് ക്ലോറിനേഷൻ ഫിൽട്രേഷനും സാൻഡ് ഫിൽട്രേഷനും. ക്ലോറിനേഷൻ ഫിൽട്രേഷൻ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററുകൾ ക്ലോറിൻ കപ്പാസിറ്റി പോലുള്ള മാലിന്യത്തെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ്. ഇത് ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി മാലിന്യത്തെ ആകർഷിക്കാനും നിലനിർത്താനും സഹായിക്കുന്നു. സാൻഡ് ഫിൽട്രേഷൻ സസ്പെൻഡ് ചെയ്ത ഖരപദാർത്ഥങ്ങളും മറ്റ് ഓർഗാനിക് വസ്തുക്കളും മണൽ തടത്തിൽ കുടുക്കി നീക്കം ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്ത വെള്ളം ഫിൽറ്റർ ടാങ്കിൻ്റെ അടിയിൽ ശേഖരിക്കുന്നു. സർജ് ഡൈജസ്റ്റർ റൂം ടെമ്പറേച്ചറിൽ ചൂടാവുകയും ഇതിലുള്ള ഖരമാലിന്യങ്ങൾ 1 മാസത്തേക്ക് വായു സഞ്ചാരമില്ലാതെ ദഹനത്തിന് വിധേയമാക്കുന്നു. ഈ പ്രക്രിയയുടെ മീഥേൻ വാതകങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇത് നമ്മൾ ബലമായി ഉപയോഗിക്കുന്ന ബയോസോഡികളും ലഭിക്കുന്നു. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ: പരിസ്ഥിതിയെ വിഷാംശങ്ങളിൽ നിന്നും മറ്റ് രാസവസ്തുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു. മലിനജലം ശുദ്ധീകരിക്കുന്നതിലൂടെ വരും തലമുറയ്ക്കുണ്ടാകുന്ന ജലക്ഷാമം ഇല്ലാതാകുന്നു. ഇതിലൂടെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്കും സംരക്ഷണം ലഭിക്കുന്നു. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഗ്യാസ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയവയും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു.